ഹായ് ഫ്രണ്ട്സ്, വരുന്ന 6-ാം തീയതി, അതായത് 2 ദിവസം കൂടെ ഉള്ളൂ. ഇന്ന് 3-ാം തീയതിയായി. ഇനിയിപ്പോൾ 4, 5, 6-ാം തീയതി UPSTയുടെ എക്സാം നടക്കുകയാണ്. സോ എല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ചോദ്യ പേപ്പർ ഒന്ന് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് വേഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയെങ്കിൽ എന്നുള്ളൊരവസ്ഥയിലായിരിക്കും. ഓരോരുത്തരൊക്കെ തല പൊട്ടിത്തെറിക്കുന്ന ലെവലിലേക്കൊക്കെ, അതായത് മിക്കവാറും പെൺകുട്ടികളാണ് എന്ത് ചെയ്യുന്നത്, ആ ലെവലിലേക്കൊക്കെ വളരെ ഡെസ്പായിട്ട്, വളരെ ടെൻഷൻ അടിച്ച് എന്നാൽ ആ ടെൻഷൻ അടിക്കുന്ന അത്രയും സമയം എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന പഠനത്തിലേക്കൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് 6-ാം തീയതി UP സ്കൂൾ ടീച്ചർ എന്നുള്ള ആ ഒരു സ്വപ്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാക്ഷാത്കരിക്കാൻ പറ്റും. സോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, വെറുതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ആകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി വളരെ ലേറ്റ് ആയിട്ടൊക്കെ കുറേ ആളുകൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് വായിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, മാക്സിമം ഇന്ന് തീർക്കണം എന്നുള്ള ലെവലിലും, പിന്നെയോ രാവിലെ വളരെ നേരത്തെ എണീച്ച് വീണ്ടും റിവിഷൻ തുടങ്ങണം എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല പ്ലാനുകളും എന്ത് ചെയ്യുന്നുണ്ട്, മൈൻഡിൽ നടക്കുന്നുണ്ട്. പക്ഷേ രാത്രി ലേറ്റ് ആയിട്ട് വായിക്കാനിരിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, റിവൈസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡിൽ ആ സബ്ജക്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള പേടി 50% ഈ റിവിഷന്റെ ഇടയിലും നടക്കുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ റിവിഷൻ എന്ത് ചെയ്യൂല, അത്രത്തോളം കറക്റ്റായിട്ട് നടക്കൂല. എന്നിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് 12, 12:30, 1 മണിക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. കിടന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉറക്കം വരുന്നുമില്ല. എന്നാലോ അലാം എത്ര മണിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, 4:30 അല്ലെങ്കിൽ 5 മണിക്ക് വീണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4:30, 5 മണിക്ക് എണീറ്റിട്ട് വീണ്ടും റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് തലേ ദിവസം ഉറക്കം കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട്, അതിന്റെ മുന്നിൽ ഉറക്കം തൂങ്ങി വീഴുന്നുണ്ട്. ആ സബ്ജക്റ്റിന്റെ റിവിഷന്റെ സമയവും പോകുന്നുണ്ട്, സബ്ജക്റ്റ് പക്കയായിട്ട് റിവിഷൻ നടക്കുന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീക്ഷയോട് അടുത്ത ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മൈൻഡിനെ അങ്ങോട്ട് കൺജസ്റ്റഡ് ആക്കിയിട്ടാണ് നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന LP UP പരീക്ഷ എഴുതുന്ന എല്ലാവരും ഒരേ മാനസികാവസ്ഥയിൽ ഒരേ ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ നോർമലി ആലോചിച്ചാൽ മതി, എന്ത്, നിങ്ങളെല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യം, പുസ്തകം എടുത്ത് മുമ്പിലേക്ക് വെക്കുമ്പോൾ എന്തൊക്കെയോ പഠിച്ചോ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ അറിയാം, എന്നാലോ ഓരോ ഏരിയകളിലേക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്നുള്ള ലെവലിലേക്കൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇതെല്ലാം ആർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് പഠിച്ച ഒരാൾക്ക് പറഞ്ഞിട്ടുള്ള കടന്നു പോകേണ്ട സ്റ്റേജുകൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ 6-ാം തീയതി 100% ടെൻഷൻ ഫ്രീ ആയിട്ട് പോവാൻ നമ്മൾ നമ്മുടെ കുഞ്ഞമ്മയുടെ മോളുടെ കല്യാണത്തിനല്ല പോണത്. നമ്മൾ ഇത്രയും കാലം നമ്മുടെ ജീവിത സ്വപ്നം എന്ന് പറഞ്ഞ് കണ്ട് UP സ്കൂൾ ടീച്ചർ ആവണം എന്ന് കണ്ട് അതിനു വേണ്ടി രാത്രിയെ പകലാക്കുന്ന പോലെ കുത്തിയിരുന്ന് പഠിച്ച് എക്സാം എഴുതി റിവിഷൻ ചെയ്ത് ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകുമ്പോൾ ആ അടിക്കുന്ന നിമിഷം വരെ നിർബന്ധമായിട്ടും എന്തായാലും ഒരാൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ടെൻഷൻ. സോ അത് ആ ലെവലിൽ ലഘൂകരിച്ച് കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെ സ്പോർട്സിനൊക്കെ ഓടാൻ നിൽക്കുന്ന സമയത്തൊക്കെ, ആ ഒരു സമയത്ത് നമ്മുടെ ചെസ്റ്റ് നമ്പർ വിളിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റ് എത്രത്തോളം കൂടും എന്നുള്ളത്. സോ ഇതും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ആരെ ടെൻഷൻ ഫ്രീ ആയിട്ട് പോവുള്ളൂ, ഇതിനൊന്നും ഒരുങ്ങാതെ LP UP പരീക്ഷ ഞാൻ അല്ലെങ്കിലും കണ്ടിട്ടില്ല, അതിനു മാത്രം മെനക്കെട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെൻഷൻ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ പഠിച്ച ഒരാളാണോ, നിങ്ങൾക്ക് എന്തായാലും എന്തുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതിനെ എത്രത്തോളം ലഘൂകരിച്ച് കാണാൻ പറ്റുമോ അത്രയും ലഘൂകരിച്ച് കാണുക എന്നുള്ളതേ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ പറയുന്ന എല്ലാവർക്കും എന്തുണ്ട്, ടെൻഷൻ ഉണ്ട്. ഇനി ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് എന്തായാലും നിങ്ങൾ ഇനി എത്ര ടെൻഷൻ ഫ്രീ ആക്കാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യൂല, ഈ ഇത്രയും അടുത്തെത്തി നിൽക്കുന്ന ലക്ഷ്യത്തിനോട് ഇത്രയും അടുത്തെത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാൻ ഒരിക്കലും സാധിക്കൂല. കാരണം നമുക്ക് അറിയാൻ പറ്റും, എന്ത്,
നമ്മൾ അടിക്കേണ്ട ജോബ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വെറും 2 ദിവസം അകലെ എത്തി നിൽക്കുക. ഇവിടെ ഞാൻ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യം എന്നിൽ നിന്നും അകലുമോ എന്നുള്ള പേടിയാണ്. ലക്ഷ്യം അടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിടന്നുറങ്ങാനുള്ള സമയം കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ഉറക്കം നഷ്ടപ്പെടുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ലക്ഷ്യത്തിനോട് അടുക്കുമ്പോൾ ഉണ്ടാവുന്നത് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനിയോ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോ നിങ്ങളുടെ മുന്നിലുള്ളത് 4-ാം തീയതി ഉണ്ട്, 5-ാം തീയതി ഉണ്ട്, 6-ാം തീയതി ഉച്ച വരെയുള്ള സമയമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിന് ഒരു 2 മണിക്കൂർ കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു 12 സബ്ജക്റ്റാണ് ഉണ്ടാവുക. ആ 12 സബ്ജക്റ്റിന് ഒരു 2 മണിക്കൂർ കൊടുത്താൽ മതി. അതിൽ നിങ്ങൾ എന്ത് ടെൻഷൻ അടിക്കണ്ട. ആ 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫുൾ കവേർഡ് ആകുമോ, എൻ്റെ എല്ലാ റിവിഷനും നടക്കുമോ, എൻ്റെ എത്താത്ത ഏരിയകളിലേക്ക് ഇനി എത്താൻ സാധിക്കുമോ, ഇതൊന്നും ആലോചിക്കണ്ട. 2 മണിക്കൂർ ഹിസ്റ്ററി, ആ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, അതിലൂടെ അങ്ങനെ ഓടിച്ച് നിങ്ങളടുത്തുള്ള നോട്ട് എന്ത് ചെയ്യുന്നു, ഉള്ള നോട്ട് കണ്ണോടിച്ച് റിവിഷൻ അടിച്ചു പോകുന്നു. ആ 2 മണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ എൻ്റെ പൊളിറ്റി ഒന്നും ആയിട്ടില്ല എന്നൊരിക്കലും ചിന്തിക്കണ്ട. കാരണം നിങ്ങൾ അവിടെ ആകെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, 12 സബ്ജക്റ്റിനും ഞാൻ ഈ 2 മണിക്കൂർ തരുന്നുണ്ട്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് കയറി ഇടപെടണ്ട, നിനക്കുള്ള 2 മണിക്കൂർ നിനക്ക് തന്നെ തരും എന്നുള്ള ലെവലിലേക്ക് മനസ്സിനോട് പറയാം. അപ്പൊ വേറൊരു സബ്ജക്റ്റ് എന്ത് ചെയ്യൂല, ഇന്റർഫിയർ ചെയ്യൂല. ആ ലെവലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഹിസ്റ്ററിക്ക് 2 മണിക്കൂർ, ജോഗ്രഫിക്ക് 2 മണിക്കൂർ, എക്കണോമിക്സ്, പൊളിറ്റി, ഈ പറയുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാറ്റിനും എന്ത് ചെയ്യും 2 മണിക്കൂർ. അതിനെ നിങ്ങൾക്ക് ഇനി സമയമുള്ളൂ. ആ 2 മണിക്കൂറിൽ നിങ്ങൾ എത്രയാണോ റിവിഷൻ അടിക്കുന്നത് അത്ര മതി. അത് മാക്സിമം ഏതിലേക്ക്, അയ്യോ ഞാനിനി SCERT നോക്കിയിട്ടില്ല, റാങ്ക് ഫയൽ നോക്കിയിട്ടില്ല, അത് നോക്കിയിട്ടില്ല, ഇത് നോക്കിയിട്ടില്ല, ആ വക എല്ലാ വേവലാതികളും വിടുക. നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള നിങ്ങളുടെ നോട്ട് ബുക്ക്. കാരണം പരീക്ഷാ ഹാളിൽ തീർത്താൽ തീരാത്ത ഒരു സങ്കടം എന്ന് പറയുന്നത്, ഇവിടെ ചോദ്യവും വായിച്ച് 4 ഓപ്ഷനും വായിക്കുമ്പോൾ ഇതിന്റെ ഉത്തരവും ഈ ഓപ്ഷൻസ് ഒക്കെ എൻ്റെ നോട്ട്ബുക്കിലുണ്ട്, പക്ഷെ ഏതാണ് ഉത്തരം എന്നറിയുന്നില്ല എന്നുള്ളതായിരിക്കും തീർത്താൽ തീരാത്ത സങ്കടം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ബുക്ക് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടാണ് ഈ 2 മണിക്കൂർ നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. സോ വേറെ സബ്ജക്റ്റ് ഇന്റർഫിയർ ചെയ്യൂല. കാരണം എല്ലാ സബ്ജക്റ്റിനും 2 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ 6-ാം തീയതി ഉച്ചയ്ക്ക് 1:30 കയറുന്നതിന് മുന്നേ 12 സബ്ജക്റ്റുകൾക്കും ഈ 2 മണിക്കൂർ വീതം കൊടുത്ത് ഫുൾ റിവിഷൻ കണ്ണോടിച്ചുകൊണ്ടെങ്കിലും ഒന്ന് എത്തുക എന്നുള്ളതാണ്. ഇനിയോ പരീക്ഷയ്ക്ക് നിങ്ങൾ, അതായത് ചിലപ്പോൾ തലേ ദിവസം ഇനി പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ തലേ ദിവസം ഒന്നും നിങ്ങൾക്ക് ഇത് കേൾക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ചിലര് ചെയ്യുന്ന ഒരു പരിപാടി, ഞാൻ മാത്സിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് മാത്സ് ആദ്യം ചെയ്യാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആദ്യം ചെയ്യാം, മലയാളം ആദ്യം ചെയ്യാം, GK ആദ്യം ചെയ്യാം. നിങ്ങൾ ഏതിൽ തുടങ്ങിയാലും 100 എണ്ണത്തിലും കൂടെ എത്തിയിട്ടേ എക്സാം ഹാളിൽ നിന്ന് 1.5 മണിക്കൂർ, നിങ്ങൾക്ക് 1.5 മണിക്കൂർ സമയമുണ്ട്. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലുണ്ട് 2 മണി മുതൽ 3:30 വരെ എന്ന്. അപ്പോൾ 1.5 മണിക്കൂർ നിങ്ങൾക്ക് സമയമുണ്ട്. 100 എണ്ണത്തിലും എത്താനുള്ള സമയം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, നിങ്ങൾ ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്ത് തുടങ്ങാൻ നിൽക്കണ്ട. നിങ്ങൾ 1 തുടങ്ങിയിട്ട് 100ലേക്ക് എത്താനുള്ള ശ്രമം നടത്തിക്കോ. ഇനിയോ ആദ്യത്തെ ഒരു ഓടിച്ചു നോക്കല് മാക്സിമം ഒഴിവാക്കുന്നതും നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നല്ലവണ്ണം അറിയുന്ന ഒരു ആൻസർ ആ സമയത്ത് നിങ്ങൾക്ക് നാവിൻ തുമ്പിൽ കടന്ന് കളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ചിന്തയും നിങ്ങൾ ബാക്കിയുള്ള ഏത് ചോദ്യത്തിലേക്ക് പോയാലും അത് ഇങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടിരിക്കും. സോ മാക്സിമം ഒന്നും അറിയാതെ 1ൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ മുന്നിൽ കാണുന്ന ചോദ്യം മാത്രമേ ആ സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ. വേറെയുള്ള ചിന്തകളൊന്നും അതിലേക്ക് കയറി വരാനും പാടില്ല. അതിനാണ് പറയുന്നത് ഓരോ ചോദ്യത്തിനും 2 വായനക്ക് സമയം കൊടുക്കുക. ഒരൊറ്റ വായന വായിച്ച് പകുതി എത്തുമ്പോഴത്തേക്ക് ഓപ്ഷൻ കണ്ടിട്ട് ഒരിക്കലും ചാടിക്കേറി കറുപ്പിക്കരുത്. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 2 വായന എന്നുള്ളൊരു സമയം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ സാധാരണ ധൃതി പിടിച്ച് കയറി അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും.
കാരണം ആ 5 മാർക്ക് നിങ്ങൾ ധൃതി പിടിച്ച് ഏത് PSC എക്സാം എഴുതി വന്നു കഴിഞ്ഞാലും നോർമലി പറയുന്നത് ഞാൻ ആ ധൃതി പിടിച്ച് കറപ്പിച്ചപ്പോൾ എനിക്കൊരു 2-3 മിസ്റ്റേക്ക് അങ്ങനെ തന്നെ വന്നു, അറിയുന്ന തന്നെ ഞാനൊരു 2-3 എണ്ണം തെറ്റിച്ചു എന്ന് നോർമൽ PSCക്കാർ പറയാറുള്ളത്. അത് LPUPക്കാർ പറയുമ്പോൾ എക്സാം എക്സ്പീരിയൻസ് കൊണ്ട് അവർ കുറവായതുകൊണ്ട് അത് കൂടാനുള്ള ചാൻസാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നു, ഒരു ചോദ്യത്തിന് അത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, GK ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, എല്ലാ ചോദ്യത്തിനും ഒരു 2 വായനക്ക് സമയം കൊടുത്താൽ ഒരു ചോദ്യം വായിച്ച് നിങ്ങൾക്ക് 4 ഓപ്ഷനെ കണ്ട് ഒന്ന് ഉത്തരം എഴുതാനുള്ള സമയം കിട്ടും. അപ്പൊ ധൃതി പിടിച്ച് ചാടി കയറുന്ന ഒരു സ്വഭാവം അങ്ങോട്ട് മാറിക്കിട്ടും, നെഗറ്റീവിന്റെ എണ്ണം ഒന്ന് കുറയുകയും ചെയ്യും. അതൊന്ന് ശ്രദ്ധിച്ചോളുക. ഇനിയോ, ചിലര് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ചോദിക്കും, ഞാൻ എത്ര എണ്ണം കറുപ്പിക്കണം? ഇവിടുന്ന് തീരുമാനിച്ചു പോവാ 60 എണ്ണം 70 എണ്ണം. അങ്ങനെയല്ല, പരീക്ഷ നിങ്ങളാണ് എഴുതാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ റൂട്ടിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാം ബുദ്ധിമുട്ടാണോ. ആണെങ്കിൽ അന്ന് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്ന് വിശ്വസിച്ചോളുക. കാരണം മിക്ക ആളുകളും അവിടെ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത് എനിക്ക് മാത്രമായിരിക്കും ഈ ബുദ്ധിമുട്ട് എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കാനും നിൽക്കണ്ട. നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്ന് ചുറ്റും തിരിഞ്ഞു നോക്കാനും നിൽക്കണ്ട. നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ മാത്രം ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര കറുപ്പിക്കലാണ് എന്നൊക്കെ എന്ത് ചെയ്യും തോന്നിപ്പോ. നിങ്ങൾ ചുറ്റുള്ളവർ ആരാണെന്നോ ചുറ്റുള്ളവരെ തിരിഞ്ഞു നോക്കാനും നിൽക്കണ്ട, അവർ എഴുതുകയാണോ ആലോചിക്കുകയാണോ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ മുന്നിൽ നിങ്ങളും നിങ്ങളുടെ ഒരൊറ്റ ചോദ്യവും ഈ പറയുന്ന നിങ്ങളെ കറുപ്പിക്കാനുള്ള പേനയും മാത്രം എന്നുള്ളത്, ആ ചോദ്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് 2 തവണ ഒരു സമയം കൊടുക്കുക. പിന്നെയോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അന്ന് പരീക്ഷയ്ക്ക് വന്ന എല്ലാവർക്കും എളുപ്പമാണെന്നും വിശ്വസിക്കുക. ഈ 2 വിശ്വാസത്തോടുകൂടെ പരീക്ഷ എഴുതുകയാണെങ്കിൽ അവിടെ ടഫായാലും നിങ്ങളെ ബാധിക്കൂല, എളുപ്പമായാലും നിങ്ങളെ ബാധിക്കൂല. പരീക്ഷ ടഫാവുന്നതാണ് ഒന്നുകൂടെ നല്ലത്. കാരണം ലിസ്റ്റിൽ കയറാൻ എളുപ്പമാണ്, കട്ട് ഓഫ് കുറയും. എളുപ്പമായി കഴിഞ്ഞാലോ നമുക്ക് കട്ട് ഓഫും കൂടും, എല്ലാവരും ഒന്നും എന്ത് ചെയ്യൂല, ഉൾപ്പെടൂല. അപ്പൊ നമുക്ക് ഏതാ നല്ലത്? നമുക്ക് കുറച്ച് ടഫ് ആവുന്നതാണ് നല്ലത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ LPUP പരീക്ഷയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് സയൻസിന്റെ ചോദ്യങ്ങളൊക്കെ നല്ല റേഞ്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സയൻസ് ഒക്കെ റിവൈസ് ചെയ്യുമ്പോൾ ആ 2 മണിക്കൂർ വീതം കൊടുക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആ 2 മണിക്കൂർ എന്ത് ചെയ്യുക, ചെലവഴിക്കുക എന്നുള്ളതാണ്. ഇനിയോ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് എന്ത് ചെയ്യാനുള്ളത്, ശ്രദ്ധിക്കാനുള്ളത്. ഇനിയോ 1-2 ചോദ്യങ്ങൾ എന്ത് ചെയ്യൂല, ഭാവി തീരുമാനിക്കൂല. നിങ്ങൾ PSCയുടെ കുറെ ട്രാപ്പുകൾ ഉണ്ടാവും. അതായത് എപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളുണ്ടോ അവിടെയൊക്കെ നിങ്ങൾ ഏത് അണ്ടർലൈൻ ചെയ്തോണം, ശരിയായവ ചോദിച്ചിട്ടുള്ളത് ശരിയായവയാണെങ്കിൽ അതാദ്യം അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് ഓപ്ഷൻസ് വായിക്കുക. ആ 4 സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് നേരെ ഓപ്ഷൻസിലേക്ക് പോവുക. 1-2 ശരിയാണെങ്കിൽ നേരെ ഓപ്ഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക, 1-2 ശരിയുള്ള എത്ര ഓപ്ഷൻ ഉണ്ട്, അപ്പത്തേക്ക് നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അല്ലാതെ 4 സ്റ്റേറ്റ്മെന്റും അറിഞ്ഞിട്ട് തന്നെ ഉത്തരത്തിലേക്ക് എത്തണമെന്നില്ല. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, അതെനിക്കറിയാം, നിങ്ങൾക്ക് അതേ അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് നോക്കുക. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് എത്ര എണ്ണം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയായത് എത്ര എണ്ണം തന്നിട്ടുണ്ട്, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഉത്തരം എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ 2 എണ്ണം കട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ 50% സ്റ്റേറ്റ്മെന്റിലും 50% ഓപ്ഷനിലും കാണാനുള്ളതും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ശരിയായവയാണോ ശരിയല്ലാത്തവയാണോ ചോദിച്ചിട്ടുള്ളത് എന്നൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇനി 2ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 42ാമത്തെ ചോദ്യം നല്ല വലിയൊരു ചോദ്യം, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് വായിച്ചിട്ടും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ക്ലിയർ ആവുന്നില്ല. നമ്മൾ സമയം കൊടുത്തു, കിട്ടിയില്ല. 42 നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. 43ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞ ആഴ്ച ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമായിരുന്നു. അവിടെ ഈ ചോദ്യത്തിൽ 2 സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന് വലിയ ചോദ്യം, ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ സവിശേഷതകളും കാര്യങ്ങളൊക്കെ കൊടുത്ത വലിയൊരു ചോദ്യം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ബാബർ, ടെറ, എക്കലിന്റെ പല ഭാഗങ്ങളും എന്ത് ചെയ്തിട്ട് പല ഡിവിഷൻസ് കൊടുത്തിട്ട് അതിന്റെ സവിശേഷതകൾ കൂടെ തന്നിട്ട് അതിന് ശേഷമുള്ള 42ാമത്തെ ചോദ്യം അത്യാവശ്യം വലിയ ചോദ്യം, ബുദ്ധിമുട്ടുള്ള ചോദ്യം. 43 കേരളത്തിലുള്ള ദേശീയ ജലപാത എവിടം മുതൽ എവിടം വരെ. അപ്പോ ഇത് നമ്മള് കൊല്ലം കോട്ടപ്പുറം എന്നുള്ള ആ ഓപ്ഷൻ ഇഷ്ടം പോലെ കാണുന്നതാ. 42 നമുക്ക് കിട്ടിയിട്ടില്ല. 43 കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് 41 നമ്മൾ ആൾറെഡി കറുപ്പിച്ച് നിൽക്കുക.
42 നമുക്ക് കിട്ടിയിട്ടില്ല. 43ന്റെ ആ ഒരു കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ കയറി കറുപ്പിക്കുന്നത് 42-ന് നേരെയായി പോകും. അതായത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയുന്ന ഒരു ഫാക്ട് കൊണ്ട് അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം വന്നതുകൊണ്ട് നിങ്ങൾ അതിൽ ചാടി കയറി കറുപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ എപ്പോഴും എന്ത് ചെയ്യണം, നിങ്ങൾ ബബിള് ചെയ്യുന്ന നമ്പറും ഓപ്ഷനും നിങ്ങൾക്ക് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കന്നെ വേണം. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ഇനി ആരും തന്നെ ചോദ്യപേപ്പറിൽ ഉത്തരം ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് OMRലേക്ക് കറുപ്പിക്കാം എന്ന് പറഞ്ഞ് ഒരാളും വെയിറ്റ് ചെയ്യരുത്. മുമ്പ് ഒരാള് പരീക്ഷക്ക് എനിക്ക് 75 മാർക്ക് എന്തായാലും ഉണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് കാർബൺ കോപ്പി എടുപ്പിച്ചപ്പോ 53 എണ്ണം OMRലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 21 എണ്ണം ചോദ്യ പേപ്പറിൽ മാത്രമേ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. എങ്ങോട്ടേക്ക് എടുത്തെഴുതിയിട്ടില്ല, OMRലേക്ക് എടുത്തെഴുതിയിട്ടില്ല. സോ വെറുതെ ഇമാതിരി പൊട്ടത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ചോദ്യത്തിൽ മാർക്ക് ചെയ്തിട്ട് പിന്നീട് ബബിൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആരും വെയിറ്റ് ചെയ്യേണ്ട. കിട്ടുന്നത് അപ്പപ്പോൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ലെവലിലേക്ക് ബബിൾ ചെയ്തുകൊള്ളുക. ഇനിയോ അവസാനത്തെ നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് എക്സാം. 1.25 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം നിങ്ങൾ അറിയുന്ന മരുന്ന് തീർന്നിട്ടുണ്ടാവും. 1.25 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളെ മരുന്ന് തീർന്നിട്ടുണ്ടാവും. പിന്നത്തെ മണിക്കൂറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് എത്രയിൽ കൂടാൻ പാടില്ല, 5-നും 10-നും ഇടക്കായിരിക്കണം. അല്ലാതെ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മാർക്ക് കൊണ്ട് കളയുകയും ചെയ്യരുത്. സോ മാക്സിമം അവസാനത്തെ 15 മിനിറ്റിൽ നിങ്ങൾ അറിയും എന്ന ധാരണയാൽ കറുപ്പിക്കുന്നത് ഈ ഒരു ലെവലിൽ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു 5 എണ്ണമൊക്കെ കറുപ്പിക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പറയും, കറുപ്പിച്ചോ, ഇതന്നെയാണ് ശരി, നിന്റെ UP സ്കൂൾ ടീച്ചർ എന്ന സ്വപ്നം പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ കയറി കറുപ്പിച്ചോ, ഈ അവസാന സമയത്താണ് നിനക്ക് ഉൾവിളി വരുന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ 3:30 കഴിഞ്ഞ് അങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ തീരുമാനമാവും ആ ലാസ്റ്റ് കയറി കറുപ്പിച്ചത് തെറ്റിയത്. സോ വെറുതെ അങ്ങനത്തെ ഒരു ഇഞ്ചുറി ടൈം ആക്കാൻ നിൽക്കരുത്. ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് കളയാതെ സൂക്ഷിക്കാൻ പറ്റും. നെഗറ്റീവ് മാർക്കാണ് നിങ്ങളുടെ ശത്രു എന്നുള്ളത് ഓരോന്നിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മനസ്സിൽ വിചാരിച്ചോണം. പിന്നെയോ A പാർട്ടിൽ ബബിൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് കറുപ്പിക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് എക്സാം, ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച് കറുപ്പിക്കുക. ഇൻവിജിലേറ്ററുടെ കോളത്തിലൊന്നും കയറി ഒപ്പിടരുത്. അവനവൻ ഒപ്പിടേണ്ട ഭാഗത്ത് ഒപ്പിടുക. ഇൻവിജിലേറ്റർ ഒപ്പിട്ടു എന്നുള്ളതൊക്കെ നിങ്ങൾ ഉറപ്പ് വരുത്തിക്കോണം. സോ ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യാനുള്ളത്, ഒരു പരീക്ഷയ്ക്ക് മുന്നേ ജസ്റ്റ് നിങ്ങൾ ഉണർത്താനുള്ളത്. ഇനിയുള്ള 2 ദിവസം ടെൻഷൻ ഉള്ളതല്ല, നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, 2 മണിക്കൂർ വീതം നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഓരോ സബ്ജക്റ്റിന് കൊടുക്കുക. ബാക്കി ഉറക്കമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി 6-ാം തീയതി കഴിഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ വരാനിരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ്. അത് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ തന്നെ ഉറപ്പിച്ച് പരീക്ഷയ്ക്ക് ഇറങ്ങണം. നേരത്തെ കാലത്ത് 6-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം കേരള PSCക്ക് അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മനസ്സ് ഉറപ്പിച്ചിറങ്ങുക, ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം മെനക്കെട്ട് പഠിച്ചത്, വർക്കൗട്ട് ചെയ്തത് എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ വിജയിക്കാൻ ഉറപ്പിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ഒന്നിനും എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസം എഴുതുന്ന നമുക്കുണ്ടെങ്കിൽ ആ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് അന്നേ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർ എന്ന സ്വപ്നത്തിലേക്ക് നമുക്ക് ചെല്ലാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടെ തന്നെ കാണുക. നല്ല രീതിയിൽ ഒരു പരീക്ഷയാവട്ടെ എന്ന് ഈ 2 ദിവസം മുന്നേ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. വീണ്ടും കാണാം. താങ്ക് യു.